إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ والفجر وليال عشر والشفع والوتر. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫജ്ർ ആരംഭിക്കുന്നത് ഏതാനും സത്യം ചെയ്യലുകളിലൂടെയാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായ അല്ലയാലിൽ അശ്ർ, 10 ദിവസങ്ങളെന്ന് പറയുന്നത് ഐ ലയാലി ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. عن عبد الله بن عباس رضي الله عنه أن النبي صلى الله عليه وسلم قال ما من أيام العمل الصالح فيهن أحب إلى الله من هذه الأيام العشر. قالوا يا رسول الله ولا الجهاد في سبيل الله؟ قال ولا الجهاد في سبيل الله إلا رجل خرج بماله ونفسه ثم لم يرجع من ذلك بشيء. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഓരോ നന്മക്കും പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്, ഫضലുണ്ട്. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന നന്മയോളം ജിഹാദ് പോലും വരികയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലും അതിനടുത്തേക്ക് എത്തുകയില്ല. ഒരു മനുഷ്യൻ തൻ്റെ നഫ്സും സമ്പത്തും രണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചാലല്ലാതെ ഒരിക്കലും അത് തുല്യമാകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അയ്യാമിൻ العمل أعظم عند الله ولا أحب إليه العمل الصالح فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتحميد والتكبير. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. മാത്രമല്ല അല്ലാഹുവിന് കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അക്സിറു, നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്, വത്തക്ബീർ അല്ലാഹു അക്ബർ എന്നുള്ളത്. അതുകൊണ്ടാണ് തക്ബീർ ആരംഭിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ മാസപ്പിറവി കണ്ട് ആദ്യത്തെ ദിവസം ഫജ്ർ മുതൽക്ക് തക്ബീറുൽ മുത്ലഖ്, നിരുപാധികമുള്ള തക്ബീർ ആരംഭിക്കുന്നു എന്നാണ്. നമസ്കാര ശേഷം പ്രത്യേകമായുള്ള തക്ബീർ ആകട്ടെ അറഫ ദിവസത്തിലെ ഫജ്ർ മുതൽക്കും ആരംഭിക്കുന്നുവെന്ന് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കുകയും ധാരാളമായി ദിക്റുകൾ ചൊല്ലുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സാധിക്കുന്ന ആളുകൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായ അമലുകൾക്കേറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുന്ന ഓരോരുത്തരുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിന് അർപ്പിക്കേണ്ട ബാധ്യതയായി ഒരു ഹജ്ജ് നിലനിൽക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടി ഒരു മനുഷ്യൻ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ മൻ ഹജ്ജ ഫലം യഫ്സുഖ് വലം യർഫുത്ത് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഒരു മനുഷ്യൻ തെറ്റുകൾ കൂടാതെ സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഹജ്ജിന് ഭംഗം വരുത്താതെ സമ്പൂർണമായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ തൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനായി അവൻ മടങ്ങുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത നൽകപ്പെടാനുള്ള കാരണം മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് കാണാം. ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദാത്ത്. ഒരു വിശ്വാസിക്ക് പഠിപ്പിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലെ അടിസ്ഥാനപരമായ എല്ലാ ആരാധനകളും സംഗമിക്കുന്ന ദിവസങ്ങളാകയാലാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം ഫദ്ൽ ശ്രേഷ്ഠത നൽകപ്പെട്ടത് എന്നാണ്. നമസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും ദാനധർമ്മങ്ങളും എല്ലാം സംഗമിക്കുന്നതായ ഏതെങ്കിലും ദിവസങ്ങളുണ്ടെങ്കിൽ അത് ദുൽഹിജ്ജയിലെ ദിവസങ്ങൾ മാത്രമാണ്. മാത്രമല്ല പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ഏറ്റവും അഫ്ളൽ എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മിൻ ജിഹത്തിൽ ലയാലി ഫൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ അഫ്ളൽ ലിവുജൂദി ലൈലത്തുൽ ഖദ്ർ.
ലൈലത്തുൽ ഖദ്റിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ 10 രാവുകളാണ്. എന്നാൽ ദിനങ്ങളിൽ വെച്ച് വമിൻ ജിഹത്തിൽ അയ്യാം ഫൽ അഫ്ദൽ അശ്റു ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ദിനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശ്രേഷ്ഠം ലിവുജൂദി യൗമി അറഫ, അറഫ ദിനത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ എണ്ണപ്പെട്ട അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ ചില ദിവസങ്ങൾ കടന്നുപോകും. ആ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ وتمنى على الله الأماني. وقال عمر بن الخطاب رضي الله عنه حاسبوا أنفسكم قبل أن تحاسبوا. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമാൻ വിചാരണ നേരിടുന്നതിന് മുൻപ് സ്വയം വിചാരണ ചെയ്യുകയും അന്ത്യദിനത്തിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ അങ്ങേയറ്റം ദൗർഭാഗ്യവാനായ മനുഷ്യൻ അവനിഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും അവസാനം എല്ലാം അവൻ അള്ളാഹുവിൽ നിന്ന് ലഭിക്കണമെന്ന ആഗ്രഹം മാത്രം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വയം വിചാരണ ചെയ്യുക. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക. ഇന്ന് ദുൽഖഅദ 25-ആണ്. ഏകദേശം 4-5 ദിവസങ്ങൾ പിന്നിട്ടാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ്. മൻ വജദ സഅതൻ ഫലം യുദ്ഹി ഫലാ യഖറബന്ന മുസല്ലാന. അല്ലാഹു സമ്പത്ത് നൽകിയിട്ടും ഉദ്ഹിയ്യത്ത് അറുക്കാത്ത മനുഷ്യൻ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടെങ്കിൽ കൂടി ഫുഖഹാക്കൾ പലരും ഉദ്ധരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതായ ഒരു ഹദീസാണ്. ഏതായാലും സാധ്യമായ അള്ളാഹു സമ്പത്തും ബറക്കത്തും നൽകിയിട്ടുള്ള ആളുകൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുകയും ചെയ്യുക. ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇദാ ദഖല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുദ്ഹി ഫലാ യഅഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദാഫിരിഹി. ഒരാൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ദുൽഹിജ്ജ മാസം പിറന്നാൽ അയാളുടെ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും അയാൾ വെട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദുൽഹിജ്ജ മാസം പിറക്കുന്നതിന് മുൻപ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ വൃത്തിയാകാനും ശരീരത്തിൽ നിന്ന് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة.